Dear students, third semester BComന്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിൻ്റെ 21ാമത്തെ വീഡിയോ. ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിലെ 21ാമത്തെ വീഡിയോ ആണ്. അതിലെ ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം. ഇക്വേഷൻസ്, സമവാക്യങ്ങൾ. An equation is a statement of equality between two expressions. രണ്ട് എക്സ്പ്രഷൻസിൻ്റെ ഇടയിൽ ഈക്വലിനുള്ളൊരു സൈൻ വെച്ചാൽ അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാലിറ്റി ആയി. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാലിറ്റി ബിറ്റ്വീൻ ടു എക്സ്പ്രഷന് പറയുന്ന പേരാണ് ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ, 3x equal to 6, 3x square plus 4x equal to 5, 3x equal to 4y minus 7 are ഇക്വേഷൻ. 3x equal to 6 ഒരു ഇക്വേഷനാണ്. 3x 6 ആ രണ്ടെണ്ണത്തിനെ ഒരു ഈക്വൽ സൈൻ കൊണ്ട് യോജിപ്പിച്ചിരിക്കുകയാണ്. 3x equal to 6 is an equation. 3x square plus 4x equal to 5 is also an equation. 3x equal to 4y minus 7 is an equation. An equation contains one or more unknowns. In the above example, first and second contain the unknown x and the third contains two unknowns x and y. If an equation does not contain unknowns, it is only a numerical statement. Example 2 plus 3 equal to 5. ഇവിടെ 3x equal to 6 അതൊരു ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. അതിൽ x എന്ന് പറയുന്നതിന് അതൊരു അൺനോൺ ആണ്. x എന്ന് പറയുന്ന പേരാണ് അൺനോൺ. അപ്പോൾ ഒരു ഇക്വേഷനിൽ ഒന്നോ അതിലധികമോ അൺനോൺസ് ഉണ്ടായിരിക്കും. 3x equal to 6 ഒരു അൺനോണേ ഉള്ളൂ x. അതുപോലെ 3x സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 5 അതിലും ഒരു അൺനോണേ ഉള്ളൂ x. എന്നാൽ 3x ഈക്വൽ ടു 4y മൈനസ് 7 അതിൽ രണ്ട് അൺനോൺസ് ഉണ്ട്, x ആൻഡ് y. രണ്ട് അൺനോൺസും ഉണ്ട്. അപ്പോൾ ഒന്നോ അതിലധികമോ, ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ എത്ര വേണമെങ്കിലും അൺനോൺസ് ഉണ്ടാവാം ഒരു ഇക്വേഷനിൽ. അപ്പോൾ an equation contains one or more unknowns. ഇനി അൺനോൺസ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷന് പറയുന്ന പേരാണ് ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ 2 plus 3 equal to 5 or 8 plus 4 equal to 12, 10 plus 3 equal to 13, etc. അടുത്ത സൊല്യൂഷൻ ഏതാണ് നോക്കാം. സൊല്യൂഷൻസ് ഓഫ് an equation എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ 3x equal to 6, അതേ സൊല്യൂഷൻ ഓഫ് 3x equal to 6 എന്ന് പറയുന്നത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണോ 3x equal to 6 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുന്നത്, ആ ട്രൂ ആവുന്ന എക്സിൻ്റെ വാല്യൂവിനാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3x equal to 6, എക്സിന് 1 കൊടുത്താൽ 3 × 1 ഈക്വൽ ടു 6 എന്ന് വരും. 3 equal to 6 അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് അല്ല. നീ എക്സിന് 2 കൊടുത്ത് നോക്കിയാൽ 3 × 2 6 ഈക്വൽ ടു 6 കറക്റ്റാണ്. അപ്പോൾ 3x equal to 6 എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എക്സിന് 2 എന്ന വാല്യൂ കൊടുത്താൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുന്നുണ്ട്. അങ്ങനെ ട്രൂ ആവുകയാണെങ്കിൽ ആ വാല്യൂ ആണ് സൊല്യൂഷൻ, എക്സിൻ്റെ വാല്യൂ. ഇവിടെ x equal to 2 ഈസ് ദി സൊല്യൂഷൻ എന്ന് പറയാം. അതുപോലെ ഏതൊരു ഇക്വേഷൻ ആണെങ്കിലും ആ ഇക്വേഷൻ അൺനോണിന് ഏത് വാല്യൂ കൊടുത്താലാണ് ട്രൂ ആവുന്നത്, ആ വാല്യൂവിനാണ് ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. An equation is true for some particular value or values of the unknown. 3x equal to 6 is true for the value 2 of the unknown x. This value x equal to 2 is the solution of 3x equal to 6. Types of equations. An equation is a statement of equality between two expressions. Now types of equations. The first one, simple linear equations in one unknown, first degree equations. Example 4x plus 3 equal to 7. 4x plus 3 equal to 7 is a simple linear equation in one unknown. It is a first degree equation. Second, simultaneous equations of first degree in two unknowns. First degree equation ആണ്, two unknowns ഉണ്ട്. Simultaneous equation, at a time
ആ രണ്ട് ഇക്വേഷനും ട്രൂ ആയിരിക്കും. എത്ര ഇക്വേഷൻ എന്നോ അതെല്ലാം ട്രൂ ആയിരിക്കും. അതാണ് സൈമിൾട്ടാനിയസ്. എക്സാമ്പിൾ 3x plus 2y equal to 7, 4x minus y equal to 5. 3x plus 2y equal to 7 and 4x minus y equal to 5 are simultaneous equations of first degree in two unknowns. Next is simultaneous equations of first degree in three unknowns. Example 2x plus 3y plus z equal to 6, x plus y plus z equal to 3, 5x plus y minus 2z equal to 4. അപ്പോൾ 4x plus 3 equal to 7 is a simple linear equation. നേരത്തെ പറഞ്ഞ 3x equal to 6 അതും സിമ്പിൾ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ അൺനോൺ ആണ്. അടുത്തത് ഇവിടെ തന്നിരിക്കുന്നത് 3x plus 2y equal to 7, 4x minus y equal to 5. അവിടെ എക്സിൻ്റെയും വൈയുടെയും പവർ ഒന്നാണ്, അതുകൊണ്ട് അത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. രണ്ട് അൺനോൺ ഉണ്ട്, എക്സ് ആൻഡ് വൈ. മൂന്നാമത്തെ എക്സാമ്പിളിൽ 3 വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ ഇസെഡ്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആണ് എല്ലാം. എല്ലാ വേരിയബിളിൻ്റെയും പവർ 1 ആണ്, അതുകൊണ്ട് അത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. 3 അൺനോൺസ് ഉണ്ട്. അതിന് പറയുന്നത് സൈമിൾട്ടാനിയസ് ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ 3 അൺനോൺസ്. അപ്പോൾ സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 അൺനോൺ, simultaneous equations of first degree in 2 unknowns, simultaneous equations of first degree in 3 unknowns. Quadratic equation in 1 unknown. Example 3x square plus 4x plus 5 equal to 0. ദ്വിമാന സമവാക്യം, ഒരു വേരിയബിൾ ഉള്ള ദ്വിമാന സമവാക്യം 3x square plus 4x plus 5 equal to 0. അടുത്തത് simultaneous equation in 2 unknowns where one is linear and the other is second degree. Simultaneous equation in 2 unknowns where one is linear and the other is second degree. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, അതിലൊന്ന് ലീനിയർ ഇക്വേഷൻ ആണ്, മറ്റൊന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഒരു എക്സാമ്പിൾ x plus 2y equal to 4 and 2x square plus 3xy plus y square minus 7 equal to 0. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ എന്തെല്ലാം ആണ് പറഞ്ഞത്? സിമ്പിൾ ലീനിയർ ഇക്വേഷൻ ഇൻ 1 അൺനോൺ, സൈമിൾട്ടാനിയസ് ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ 2 അൺനോൺ, സൈമിൾട്ടാനിയസ് ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ 3 unknowns, quadratic equation in 1 unknown, simultaneous equations in 2 unknowns where one is linear and the other is second degree. ഇങ്ങനെ 5 ടൈപ്സ് ഇക്വേഷൻസ് ആണ്. ഈ 5 തരം ഇക്വേഷൻസും സോൾവ് ചെയ്യുന്നത് എങ്ങനെ എന്നാണ് ഈ ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തേത് സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 അൺനോൺ. ആ ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുമെന്നാണ് ഇനി അടുത്ത സ്ലൈഡിൽ. സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 അൺനോൺ. ടൈപ്സ് ഓഫ് ഇക്വേഷൻസിൽ ആദ്യത്തെ സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 അൺനോൺ. ഒരു അൺനോണുള്ള ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ആദ്യത്തേത് solve 3x equal to 6. Answer 3x equal to 6 means x equal to 6 divided by 3, that is x equal to 2. Therefore solution is x equal to 2. 3x equal to 6. 3x equal to 6 means x equal to 6 divided by 3 equal to 6 divided by 3, 2. Therefore solution is x equal to 2. അടുത്തത് solve x plus 3 equal to 6. x plus 3 equal to 6. x plus 3 equal to 6 means x equal to 6 minus 3 equal to 3. Solution is x equal to 3. അപ്പോൾ x plus 3 equal to 6. എക്സിനോട് കൂടി 3 ആഡ് ചെയ്താൽ 6 കിട്ടും. അപ്പോൾ +3 ആണ് ലെഫ്റ്റ് സൈഡിൽ, അതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ -3. എക്സ് കിട്ടാൻ 6ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യാം. 6 minus 3 equal to 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂവിനാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെർഫോർ സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു 3. അടുത്തത് സോൾവ് 4x plus 3 equal to 3x plus 12. 4x plus 7 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 equal to 3x plus 12. 4x plus
4x plus 7 equal to 3x plus 12. എക്സ് എല്ലാം ഒരു സൈഡിലും കോൺസ്റ്റൻ്റ് ഒക്കെ മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ 4x plus 7 ഉണ്ട്, റൈറ്റ് സൈഡിൽ 3x plus 12 ഉണ്ട്. റൈറ്റ് സൈഡിൽ 3xനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. 4x minus 3x ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 12 ഉണ്ട്, ലെഫ്റ്റ് സൈഡിലെ പ്ലസ് 7 റൈറ്റ് സൈഡിലേക്ക് പോയി. 12 minus 7. Therefore 4x minus 3x equal to 12 minus 7. 4x minus 3x, 4 rupees minus 3 rupees, 1 rupee. അതുപോലെ 4x minus 3x, 1x എന്നാണ്, അതായത് എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 12 മൈനസ് 7, അതായത് എക്സ് ഈക്വൽ ടു 5. Therefore solution is x equal to 5. Solve 7 into x minus 2 plus 8 into x minus 3 minus 22 equal to x plus 10. Simple linear equation in one unknown. ഒരു unknown മാത്രമേ ഉള്ളൂ x. ആ എക്സിൻ്റെ പവർ 1 ആണ്, ഡിഗ്രി 1 ആണ്. അപ്പോൾ അതൊരു സിമ്പിൾ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ അൺനോൺ ആണ്. അപ്പോൾ വേരിയബിൾ ലെഫ്റ്റ് സൈഡിലും കോൺസ്റ്റൻസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. 7 into x minus 2. 7 into x minus 2 means 7 into x minus 7 into 2. 7 into x, 7x minus 7 into 2, 14 plus 8 into x, 8x minus 8 into 3, 24 minus 22 equal to x plus 10. 7x plus 8x minus x, 7x plus 8x minus x equal to റൈറ്റ് സൈഡിൽ 10 ഉണ്ട്, 10 ഈ കോൺസ്റ്റൻസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 10 പ്ലസ് 14 പ്ലസ് 24 പ്ലസ് 22, മൈനസ് 14ഉം മൈനസ് 24ഉം മൈനസ് 22ഉം റൈറ്റ് സൈഡിലേക്ക് പോയാൽ പ്ലസ് 14 പ്ലസ് 24 പ്ലസ് 22. 7x പ്ലസ് 8x, 15x. 15x minus x, 14x. 14x equal to 10 plus 14, 24 plus 24, 48 plus 22, 70. 14x equal to 70. X equal to 70 divided by 14. X equal to 5. Therefore solution is x equal to 5. Solution is x equal to 5. Find two numbers whose sum is 30 and difference is 4. രണ്ട് സംഖ്യകളുടെ തുക 30, വ്യത്യാസം 4. സംഖ്യകൾ കണ്ടുപിടിക്കുക. Let one number be x. രണ്ട് സംഖ്യകളുടെ തുക 30, അതുപോലെ വ്യത്യാസം 4 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ x ആണെന്ന് സങ്കല്പിക്കുക. Let one number be x. അപ്പോൾ ഒന്ന് x ആണ്, പിന്നെ മറ്റൊരു നമ്പറും കൂടെ ആഡ് ചെയ്താൽ 30 കിട്ടും. That is x plus the other number equal to 30. X plus the other number equal to 30. The other number equal to 30 minus x. Other number equal to 30 minus x. Plus x right side like boy minus x I. Now the numbers are x and 30 minus x. അപ്പോൾ എക്സും 30 മൈനസ് എക്സും ആണ് നമ്പേഴ്സ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 30 ആണ്. ഡിഫറൻസ് 4 ആണ്. ഇനി ഡിഫറൻസ് 4 ആയതുകൊണ്ട് ഡിഫറൻസ് ഈക്വൽ ടു 4. ദാറ്റ് ഈസ് 30 മൈനസ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 4. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 4 ആണെന്ന് പറഞ്ഞാൽ ഒരു നമ്പർ 30 മൈനസ് എക്സും മറ്റൊന്ന് എക്സും ആണ്. അപ്പോൾ 30 മൈനസ് എക്സിൽ നിന്ന് എക്സ് കുറച്ചാൽ 4. അതല്ലെങ്കിൽ തിരിച്ചു ആവാം, എക്സിൽ നിന്ന് 30 മൈനസ് എക്സ് കുറച്ചാൽ. ഇതിൽ ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം 30 മൈനസ് എക്സിൽ നിന്ന് എക്സ് കുറച്ചാൽ 4 ആണെന്ന് എടുക്കുക. ആ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. 30 മൈനസ് എക്സ് ഒരു നമ്പർ, അതിൽ നിന്ന് എക്സ് എന്നുള്ള നമ്പർ കുറച്ചു. ഡിഫറൻസ് ഓഫ് ദ ടു നമ്പേഴ്സ് ഈസ് 4.
ദാറ്റ് ഈസ് 30 മൈനസ് എക്സ് ഈക്വൽ ടു 4. ഈ രണ്ട് മൈനസ് എക്സ് റൈറ്റ് സൈഡിലേക്ക് പോയാൽ 30 ഈക്വൽ ടു 4 പ്ലസ് എക്സ്. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് 4 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. 30 മൈനസ് 4 ഈക്വൽ ടു, അവിടെ എന്താണ് റൈറ്റ് സൈഡിൽ എക്സ് പ്ലസ് എക്സ് ആണത്, 2x ആയിട്ട് മാറും. 2x ഈക്വൽ ടു 30 മൈനസ് 4 പറഞ്ഞാൽ 26 ആണ്. അപ്പോൾ 2x ഈക്വൽ ടു 26. എക്സ് ഈക്വൽ ടു 26 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 13. അപ്പോൾ എക്സ് ഈക്വൽ ടു 13 ഒരു വാല്യൂ കിട്ടി. എക്സ് ഈക്വൽ ടു 13. അപ്പം നമുക്ക് അടുത്ത നമ്പേഴ്സ് കണ്ടെത്താം. അടുത്ത നമ്പർ എന്താണ്? എക്സ് 13 ആണെങ്കിൽ അടുത്ത നമ്പർ 30 മൈനസ് എക്സ് ആണ്. എക്സും 30 മൈനസ് എക്സുമാണ് നമ്പേഴ്സ്. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി 13. അടുത്ത 30 മൈനസ് എക്സ് കണ്ടെത്തണം. 30 മൈനസ് എക്സ് ഈക്വൽ ടു 30 മൈനസ് 13 ഈക്വൽ ടു 17. Therefore the solutions അല്ലെങ്കിൽ the numbers are 13 and 17. 13 and 17. 13ഉം 17ഉം കൂട്ടിയാൽ 30 ആണ്. 17ൽ നിന്ന് 13 കുറച്ചാൽ 4 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്പേഴ്സ് 10 and 17. അതിൻ്റെ സമ്മ് 30 ആണ്, ഡിഫറൻസ് 4 ആണ്. 2/3 of a number increased by 5 equals 27. Find the number. ഒരു നമ്പറിൻ്റെ 2/3 5 കൂടിയാൽ 27 ആണ്. അതായത് ഒരു നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കുക. ലെറ്റ് ദ നമ്പർ ബി എക്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 2/3 എന്ന് പറഞ്ഞാൽ 2/3x. 2/3x ഇൻക്രീസ്ഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ പ്ലസ് 5. അപ്പം 2/3x പ്ലസ് 5 ഈക്വൽ ടു 27. ലെറ്റ് ദ നമ്പർ ബി എക്സ്. 2/3x പ്ലസ് 5 ഈക്വൽ ടു 27. അടുത്ത സ്റ്റെപ്പ് ആ പ്ലസ് 5 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. 2/3x ഈക്വൽ ടു 27 മൈനസ് 5. 2/3x ഈക്വൽ ടു 22. അടുത്ത സ്റ്റെപ്പ് ആ ഡിവൈഡഡ് ബൈ 3 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 2x ഈക്വൽ ടു 22 ഇൻറ്റു 3. 2x ഈക്വൽ ടു 66. x ഈക്വൽ ടു 66 ഡിവൈഡഡ് ബൈ 2. x ഈക്വൽ ടു 33. Therefore the number is 33. So, let the number be x. 2/3 of the number എന്ന് പറഞ്ഞാൽ 2/3x എന്നാണ്. ഇൻക്രീസ്ഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ പ്ലസ് 5. അപ്പോൾ 2/3x പ്ലസ് 5 ഈക്വൽ ടു 27. അടുത്ത ഈ പ്ലസ് 5 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 2/3x ഈക്വൽ ടു 27 മൈനസ് 5. 2/3x ഈക്വൽ ടു 22. ഇനി ഡിവൈഡഡ് ബൈ 3 മാറ്റാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 3 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഇൻറ്റു 3. 2x ഈക്വൽ ടു 22 ഇൻറ്റു 3. 2x ഈക്വൽ ടു 66. x ഈക്വൽ ടു 66 ഈ ഡിവൈഡ് ബൈ 2. 2x കൊണ്ട് പോകുന്നു. ഡിവൈഡ് ബൈ 2. 66 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 33. Therefore x ഈക്വൽ ടു 33. Therefore the number is 33. A market demand curve is given by capital D equal to 50 minus 5p. The demand curve equation, capital D equal to 50 minus 5p. Find the maximum price anybody will pay for the commodity. The amount demanded when commodity is a free good. The maximum price anybody will pay for the commodity means find the value of p when capital D is 0. And the amount demanded when the commodity is a free good. Commodity is a free good means when p equal to 0, find D എന്നാണ്. അപ്പോൾ നമുക്ക് D 0 ആകുമ്പോഴുള്ള പിയുടെ വാല്യൂ, പി 0 ആകുമ്പോഴുള്ള ഡിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. D equal to 50 minus 5p. When the demand is 0, price is maximum. That is when D equal to 0, price P is maximum. 0 equal to capital D equal to 50 minus 5p എന്നല്ല ഡിക്ക് 0 കൊടുത്തു. 50 minus 5p അല്ലെങ്കിൽ 5p equal to 50, p equal to 10. പിക്ക് 10 കിട്ടി. അപ്പോൾ മാക്സിമം പ്രൈസ് 10 ആണ്. Therefore maximum price equal to 10. When the commodity is a free good, price is 0. That is p equal to 0. Capital D equal to 50 minus 5p. D equal to 50 minus 5 into
50 minus 5 into 0 equal to 50 minus 0, 50. So when the commodity is a free good price, free good, D equal to 50. The amount demanded when the commodity is a free good is 50. Therefore, maximum price is 10 and the amount demanded when the commodity is a free good is 50. Simultaneous equations of first degree in two unknowns. Simultaneous equations of first degree in two unknowns. രണ്ട് unknowns ഉള്ള രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് സോൾവ് ചെയ്യുക, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് സൊല്യൂഷൻ ബൈ എലിമിനേഷൻ മെത്തഡാണ്. എലിമിനേഷൻ മെത്തഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് വേരിയബിളുള്ള രണ്ട് ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ എക്സും വൈയും ആണ് അൺനോൺസ് എങ്കിൽ ഒന്നുകിൽ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കുക, അതല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കുക, പിന്നീട് സബ്ട്രാക്ട് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യുക. അങ്ങനെ ഒരു വേരിയബിളുള്ള ഒരു ഇക്വേഷനായിട്ട് മാറും. അതിനുശേഷം അതിൽ നിന്ന് ആ വേരിയബിൾ കണ്ടെത്തുക. അതിനുശേഷം നേരത്തെ എഴുതിയിട്ടുള്ള രണ്ട് ഇക്വേഷനും രണ്ട് വേരിയബിളുള്ള ഏതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കിട്ടിയ ഒരു വേരിയബിളിൻ്റെ വാല്യൂ. അപ്പോൾ രണ്ടാമത്തെ വേരിയബിളും അതൊന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് എലിമിനേഷൻ മെത്തേഡ്. മേക്ക് ദ കോഎഫിഷ്യൻ്റ് ഓഫ് വൺ ഓഫ് ദ അൺനോൺ സെയിം ഇൻ ബോത്ത് ദ ഇക്വേഷൻസ്. രണ്ട് ഇക്വേഷനിലെയും ഏതെങ്കിലും ഒരു അൺനോണിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വൽ ആക്കാം. പിന്നീട് ഒന്നുകിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക, ഏതാണോ അനുയോജ്യം അത് ചെയ്യുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും, അതിലൊരു വേരിയബിളേ ഉണ്ടാവുള്ളൂ. സോൾവ് ദിസ് ഇക്വേഷൻ ആൻഡ് ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ അൺനോൺ. അങ്ങനെ അതിൽ നിന്ന് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ വൺ ഓഫ് ദ ഗിവൺ ഇക്വേഷൻസ്. Consequently, we get a simple equation in the other unknown. Solve 4x plus 2y equal to 6 and 5x plus y equal to 6. നമ്മൾ ചെയ്ത രീതിയിൽ എലിമിനേഷൻ മെത്തേഡോ ഏതെങ്കിലും ഒരു രീതി ഉപയോഗിക്കാം. നമുക്കിപ്പോൾ എലിമിനേഷൻ മെത്തേഡാണ് പറഞ്ഞത്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് സെയിം ആണ്. 4x plus 2yയും 6 ആണ്, 5x plus yയും 6 ആണ്. അപ്പോൾ രണ്ട് ഈക്വൽ ആയിരിക്കും. 4x plus 2y ഈക്വൽ ടു 5x plus y. റൈറ്റ് സൈഡിൽ നിന്ന് y ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 2y മൈനസ് y ഈക്വൽ ടു 5x മൈനസ് 4x. ലെഫ്റ്റ് സൈഡിലെ 4x റൈറ്റ് സൈഡിലേക്ക് പോയി 5x മൈനസ് 4x ആയി. റൈറ്റ് സൈഡിലെ y ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു 2y മൈനസ് y. അപ്പോൾ y ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. y ഈക്വൽ ടു എക്സ്. എക്സും വൈയും ഈക്വൽ ആണ്. ഇനി ആദ്യത്തെ ഇക്വേഷൻ എടുത്തു. 4x plus 2y ഈക്വൽ ടു 6. അതിൽ എക്സിനും വൈക്കും തുല്യമാണെങ്കിൽ രണ്ട് വൈക്ക് വരെ 2x എന്ന് എഴുതാം. 4x plus 2x ഈക്വൽ ടു 6, 6x ഈക്വൽ ടു 6, x ഈക്വൽ ടു 1. അപ്പോൾ x ഈക്വൽ ടു 1 കിട്ടി. അടുത്ത് y ഈക്വൽ ടു x നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സൊല്യൂഷൻ എന്താണ്? x ഈക്വൽ ടു 1, y ഈക്വൽ ടു 1 ആണ് സൊല്യൂഷൻ. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയും കൂടി ഉണ്ട്. 4x plus 2y ഈക്വൽ ടു 6. അതിനെ 2 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. 4xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2x, 2yയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ y, 6നെ ഡിവൈഡ് ചെയ്താൽ 3. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി 2x plus y ഈക്വൽ ടു 6. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 5x plus y ഈക്വൽ ടു 6. ഇനി ആ 5x plus y ഈക്വൽ ടു 6ൽ നിന്ന് 2x plus y ഈക്വൽ ടു 3 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? x ഈക്വൽ ടു 3 എന്ന് കിട്ടും. 3x ഈക്വൽ ടു 3 എന്ന് കിട്ടും. 3x ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ x ഈക്വൽ ടു 3/3 1. എക്സിന് കിട്ടി വാല്യൂ 1 കിട്ടി. x 1 ആണെങ്കിൽ 2x plus y ഈക്വൽ ടു 3 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ 2 plus y ഈക്വൽ ടു 3 എന്ന് കിട്ടും. x 1 ആണ്. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ 2 × 1 2 തന്നെ വരും. 2 plus y ഈക്വൽ ടു 3. y ഈക്വൽ ടു 3 minus 2, y ഈക്വൽ ടു 1. Therefore y ഈക്വൽ ടു 1 and x ഈക്വൽ ടു 1 are the solutions. x equal to 1, y equal to 1.